നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പെൺകുട്ടികൾ വിവാഹിതരായാലും അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം മാതാപിതാക്കൾ സ്വീകരിക്കണമെന്ന് അരൂർ MLA ദലീമ ജോജോ. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാനുള്ള പരിശീലനം പെൺകുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ നൽകണമെന്നും ദലീമ ജോജോ MLA ആലപ്പുഴയിൽ പറഞ്ഞു. സ്ത്രീകൾ തന്നെയല്ല പുരുഷന്മാരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ഇന്നിപ്പോൾ MLA ആയിട്ട് ഇപ്പോൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ജനപ്രതിനിധിയാകുമ്പോൾ നമ്മളെന്നും കാണുന്ന കാഴ്ചകൾ ഇന്ന് ചെറുപ്രായത്തിൽ തന്നെ പല ആത്മഹത്യകളും നമ്മൾ കാണേണ്ടതായിട്ട് വരികയാണ്. ഒരുപക്ഷെ താങ്ങാൻ പറ്റാത്ത ഭാരമായിരിക്കാം അവരെ ഇതിലേക്ക് നയിക്കുന്നത്. കാരണം മരണം നമ്മളാരും ആഗ്രഹിക്കുന്നതല്ല, നമ്മളാരും മരിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. നമ്മളെന്നും ഈ ഭൂമിയിൽ സന്തോഷവാന്മാരായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ശിഥിലതയാവാം നമ്മളെ ഇതുപോലെയുള്ള പ്രവണതയിലേക്ക്, ആത്മഹത്യ പോലെയുള്ള പ്രവണതയിലേക്ക്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളെ കടത്തുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ വിഷമതകളിൽ സംഭവിച്ചു പോകുന്നതാണ്. അതിന് കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ശിഥിലത തന്നെയാണ്. കുടുംബ ബന്ധങ്ങൾ ഇന്ന് വളരെയധികം തെറ്റായ പ്രവണതകളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നല്ല ജീവിതം നയിക്കുന്ന, അതായത് സ്വർഗമാക്കി തീർക്കുന്ന കുടുംബജീവിതമുണ്ട്. വിവാഹിതരായ പെൺമക്കളെ മറ്റൊരു കുടുംബാംഗമായി കണക്കാക്കി മാതാപിതാക്കൾ അകറ്റി നിർത്തുന്നത് ഗാർഹിക പീഡനങ്ങൾ വർദ്ധിക്കുന്നതിനും ആത്മഹത്യകൾക്കും കാരണമാകും. പെൺമക്കളെ ഭാരമായി കാണാതെ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം. സാഹചര്യങ്ങളോട് പൊരുതാനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ പ്രാപ്തി നൽകിയാൽ സ്ത്രീകളിലെ ആത്മഹത്യാ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നും MLA പറഞ്ഞു. ഡോക്ടർ പൂർണിമ വിഷയം അവതരിപ്പിച്ചു. പാനൽ ചർച്ചയിൽ നഗരസഭാംഗം സൗമ്യ രാജ്, അഡ്വക്കേറ്റ് ശ്രീജേഷ്, കേരള കൗമുദി ആലപ്പുഴ ബ്യൂറോ ചീഫ് സിതാര അഭിലാഷ്, S ഉഷ, PT ലിജിമോൾ എന്നിവർ പങ്കെടുത്തു. സ്ത്രീകളിലെ ആത്മഹത്യാ പ്രവണതയുടെ കാരണങ്ങളെക്കുറിച്ചുള്ള ചോദ്യോത്തര സെഷനും സെമിനാറിൽ ഒരുക്കിയിരുന്നു. മേളയോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചിൽഡ്രൻസ് ഹോം മായിത്രയിലെ കുട്ടികളുടെ നൃത്ത പരിപാടിയും പട്ടണക്കാട് അംഗൻവാടി അധ്യാപിക ഏലിയാമ്മ ജോണിൻ്റെ ലഹരിക്കെതിരെ സന്ദേശം പകരുന്ന മാജിക് ഷോയും നടന്നു. ടൈം ന്യൂസ് ആലപ്പുഴ.